പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിക്ക് നേരെയുണ്ടായ പീഡനത്തിൽ കൂടുതൽ അറസ്റ്റുണ്ടാകാൻ സാധ്യതയെന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ ഇന്ന് 13 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം 20ആയി. പ്രതികൾക്കായി ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. അതായത് പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്തേക്കും പോലീസ് അന്വേഷണം നീണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ഒരുപാട് ആളുകൾ പേടിച്ച് നടക്കുകയായിരിക്കുമല്ലോ ഇപ്പോൾ, എന്താ വിവരം? തീർച്ചയായും. കാരണം ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫോണിലടക്കം ബന്ധപ്പെട്ട ആളുകൾ പൂർണ്ണമായി ഭയപ്പെട്ടു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പലരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. ഇപ്പോൾ പോലീസ് ഏതാണ്ട് 39 പേരുടെ ലിസ്റ്റ് പോലീസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് പെൺകുട്ടി പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ 39 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. 62 പേർ തന്നെ വിവിധ ഘട്ടങ്ങളിൽ പല തരത്തിൽ അബ്യൂസ് ചെയ്തു, ഉപയോഗിച്ചു എന്ന തരത്തിൽ പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ 62, 64 എന്നൊരു നമ്പറൊക്കെ ഒരു എക്സാജറേഷൻ ആകാം, ഒരുപക്ഷെ തെളിവുകൾ ഉണ്ടാകില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ആളുകളെ പൂർണ്ണമായി വിളിച്ചു വരുത്തി അന്വേഷണത്തിൻ്റെ ശേഷം മാത്രമേ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാവൂ എന്ന കർശനമായ നിർദ്ദേശം ദക്ഷിണ മേഖല DIG ആർ നിശാന്തിനി നൽകി കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പഴുതടച്ചുള്ളൊരു അന്വേഷണമാണ്. കസ്റ്റഡിയിലെടുത്ത എല്ലാവരെയും തന്നെ പ്രതികളാക്കുക എന്നൊരു രീതിയിലേക്ക് പോലീസ് പോകുന്നില്ല. അവരുടെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ച്, മൊബൈൽ ഫോൺ ലൊക്കേഷനുകൾ പരിശോധിച്ച് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ, പെൺകുട്ടിയെ ഇത്തരത്തിൽ ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്ന തരത്തിലൊക്കെ പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. നിരവധി പ്രായപൂർത്തിയാകാത്ത ആളുകളുടെ പേരുകളടക്കം ഈ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ഈ കേസുമായി ഏത് തരത്തിലാണ് ബന്ധം, ഈ പെൺകുട്ടിയുടെ കൂടെ പോയതാണോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്ന സമയത്ത് അറിയാതെ ഒപ്പം ചെന്ന് നിന്ന സുഹൃത്തുക്കളാണോ എന്ന തരത്തിലൊക്കെ പോലീസിന് സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിലാണ് ഈ ബന്ധങ്ങൾ എന്ന തരത്തിൽ അന്വേഷിച്ച ശേഷം മാത്രമേ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് അല്ലെങ്കിൽ കടക്കാവൂ, FIR രജിസ്റ്റർ ചെയ്യാൻ പാടൂ എന്ന കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്ര കണ്ട് സെൻസേഷണലായ ഒരു കേസാണ്. അപ്പോൾ അറസ്റ്റും അത്ര കണ്ട് കൃത്യമായി തന്നെ ആകണമെന്ന് ദക്ഷിണ മേഖല DIGയും സംസ്ഥാന പോലീസ് മേധാവിയും നിർദ്ദേശം നൽകി കഴിഞ്ഞു. പോരാത്തതിന് ദേശീയ വനിതാ കമ്മീഷൻ അടക്കം ഒരു ദളിത് പെൺകുട്ടി ഇത്തരത്തിൽ ഇവിടെ പീഡനത്തിനിരയായി എന്ന തരത്തിലുള്ള വാർത്ത മറ്റൊരു തരത്തിൽ പ്രചരിപ്പിക്കുന്നു എന്ന് കേരള പോലീസ് പറയുന്നുണ്ട്. സ്വാഭാവികമായി അതടക്കം നോക്കിയായിരിക്കും അറസ്റ്റിലേക്ക് അടക്കം കടക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ 13 പേരാണ്. ഇന്നലെ രാത്രി അറസ്റ്റിലായ കുമ്പഴ സ്വദേശിയായ ഒരു 19-കാരൻ്റെ മൊഴിയിൽ നിന്നാണ് പമ്പയിൽ നിന്ന് രാത്രിയോടുകൂടി 3 പേരെ കസ്റ്റഡിയിലെടുത്തത്. ഇവിടെ ഒരു ഹോട്ടലിലെ ജീവനക്കാരായിരുന്നു ഇവർ. പമ്പ പോലീസിൻ്റെ കൂടി സഹകരണത്തോടു കൂടിയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇവർക്ക് ഈ കേസുമായി ബന്ധമുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അവരെ അല്പസമയത്തിനകം പമ്പയിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കും. മറ്റൊരു മേഖലയിൽ അവരെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ മൊബൈൽ ഫോൺ അടക്കം പരിശോധിച്ച് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. ഇന്ന് തന്നെ ഏതാണ്ട് പൂർണ്ണമായി അറസ്റ്റുകളിലേക്ക് നീങ്ങണം. അത് കൃത്യമായി പഴുതടച്ചൊരു അന്വേഷണമാകണമെന്ന് അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി ഇതെല്ലാം തന്നെ നിരീക്ഷിച്ച് ഇവിടെ തന്നെ പത്തനംതിട്ടയിൽ തന്നെ തുടരുകയാണ്. എന്തായാലും വലിയ ഒരു നമ്പറിലേക്ക് എന്തായാലും പോകാനുള്ള സാധ്യത ഇന്ന് ഉണ്ട്. ഇപ്പോൾ നിലവിൽ 20 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. 13 പേർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. പക്ഷേ ഇവരുടെ ആരുടെയൊക്കെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും കൂടുതൽ അറസ്റ്റുകളിലേക്ക് അല്പസമയത്തിനകം തന്നെ കടക്കും. ശ്രീജിത്ത് ശ്രീകുമാരനാണ് നമുക്കൊപ്പം ചേർന്നത്.